ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നത് അസിലാണ്. 2023 ജെയ് അഡ്വാൻസ്ഡ് എക്സാമിന് ഓൾ ഇന്ത്യ റാങ്ക് 722 സ്വന്തമാക്കി IIT ബോംബെ ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സ് തിരഞ്ഞെടുക്കുന്ന എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന ബ്രാഞ്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അസിൽ, ആദ്യമേ ചോദിക്കട്ടെ, ശരിക്കും എന്താണ് ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് ഇവിടെ പഠിക്കേണ്ടി വരുന്നത്? എഞ്ചിനീയറിംഗ് ഫിസിക്സ് ലൈക്ക് ഫിസിക്സ് ഓറിയൻറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് BSc ഫിസിക്സ്, ബട്ട് ഇറ്റ്സ് എഞ്ചിനീയറിംഗ്, സോ ദർ ആർ മെക്കാനിക്കൽ ആൻഡ് അതർ പാർട്സ് ഓൾസോ. ലൈക്ക് BSc ഫിസിക്സിന് തന്നെ ലൈക്ക് 4-year കോഴ്സാക്കി ഒരു BTech ഡിഗ്രി ആക്കി പ്രസൻറ്റ് ചെയ്യുന്നതാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. പല ടോപ്പേഴ്സും, അതായത് ഓൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പേഴ്സ് എല്ലാം പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുക്കുന്നവരുണ്ട്. അതിൽ തന്നെ എല്ലാവരും IIT ബോംബെ പലരും ചൂസ് ചെയ്യാറുണ്ട്. ശരിക്കും IIT ബോംബെയിൽ ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സിന് ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഓൾ ഇന്ത്യ റാങ്ക് എവിടെ മുതൽ എവിടെ വരെ ആകാം? ലൈക്ക് ഓവർ ദി ഇയേഴ്സ് നമുക്ക് ഇതിലെ ക്ലോസിംഗ് റാങ്ക്സിലെല്ലാം വേരിയേഷൻ കാണാം. ലൈക്ക് ഒരുപാട് വേരിയേഷൻ വരുന്നൊരു ബ്രാഞ്ചാണ്. അതുകൊണ്ട് ലൈക്ക് അണ്ടർ 1000 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാം ലൈക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സ് IIT ബോംബെ ഇസ് വെരി പോസിബിൾ. ലൈക്ക് ലാസ്റ്റ് ഇയർ എല്ലാം 1700 ആയിരുന്നു ക്ലോസിംഗ് റാങ്ക്. അപ്പോൾ ലൈക്ക് അതിന് മുമ്പത്തെ ഇയർ 1100 ആയിരുന്നു. സോ ലൈക്ക് അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം പക്ഷേ പല NIT-കളൊക്കെ വരുമ്പോഴേനും IIT ബോംബെ ഇത്രയും ഡിമാൻഡിങ് ആണ്. പക്ഷേ ചില NIT-കളിലേക്കൊക്കെ വരുമ്പം ഏതെങ്കിലും ഒരു BTech-ന് അഡ്മിഷൻ കിട്ടണമെന്നുള്ള വിദ്യാർത്ഥികൾക്ക് പോലും ചിലപ്പോൾ ആ സീറ്റ് കിട്ടുന്നുണ്ട് ചില NIT-കളിൽ. അതേസമയം IIT-ലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ ടോപ്പേഴ്സ് 1700-അപ്പുറമാണ് റാങ്കിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പോലും പറ്റത്തില്ലാത്ത സിറ്റുവേഷൻ. ശരിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? ഫസ്റ്റ് ഇയർ മെയിൻലി ഇറ്റ്സ് കോമൺ ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് മാത്സ്, ബയോ, ലൈക്ക് CS, ലൈക്ക് നോർമൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ആണ്. സെക്കൻഡ് ഇയർ മുതൽ ലൈക്ക് നമ്മൾ കോർ ഫിസിക്സ് ആണ് പഠിക്കുന്നത്. ലൈക്ക് ലൈക്ക് മോസ്റ്റ്ലി എലക്റ്റീവ്സ് ആണ് ഇപ്പോൾ IIT ബോംബെയുടെ സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം ഏത് മേഖലയിൽ പഠിക്കണം, ലൈക്ക് ഏത് ഫിസിക്സിൽ തന്നെ ഏത് ഡയറക്ഷനിലോട്ട് പോകണം എന്നുള്ളത്. ലൈക്ക് ക്വാണ്ടം മെക്കാനിക്സ്, ആസ്ട്രോഫിസിക്സ് എല്ലാ മേഖലകളിലും ഇപ്പോൾ എലക്റ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈക്ക് ഇറ്റ്സ് നമ്മുടെ കോഴ്സ് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ എലക്റ്റീവ്സിൽ. ഓക്കെ, സോ ഈ ഒരു ബ്രാഞ്ചിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എവിടെയൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടാനാണ് സാധ്യത? അതോ അവർ ഹയർ സ്റ്റഡീസിന് പോകണം? എന്താണ് അതിൻ്റെ ഒരു ട്രെൻഡ്? ലൈക്ക് ഇൻ ദ സ്റ്റാർട്ടിങ് ഇറ്റ്സ് 90% പീപ്പിൾ ഒരു ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യം വെച്ച് വരുന്നത്. പക്ഷേ ഓവർ ദ കോഴ്സ് ലൈക്ക് ഓൾമോസ്റ്റ് 40% പീപ്പിൾ go for the placement and most of them go for non-core. Okay, like core തന്നെ നമുക്ക് R&D ലൈക്ക് പല പല കമ്പനികളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ്ങിലേക്കാണ് പ്ലേസ്ഡ് ആണ്. ബട്ട് നോൺ കോറിൽ അവർ കൺസൾട്ടിങ്ങും ലൈക്ക് ഒരുപാട് വേരിയേഷൻ ആയിട്ട് പോകാറുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴത്തേനും ഒരു പക്ഷേ സീനിയേഴ്സിനെയൊക്കെ കണ്ട് നല്ല പരിചയമുണ്ട്. അവർ ചൂസ് ചെയ്യുന്നത് ഇന്ത്യയിലെ സ്ഥാപനങ്ങളാണോ? അങ്ങനെ ആണെങ്കിൽ ഏതൊക്കെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്? അതോ ഫോറിൻ യൂണിവേഴ്സിറ്റികളാണോ അവർ കൂടുതലും താല്പര്യപ്പെടുന്നത്? ലൈക്ക് ഹയർ സ്റ്റഡീസിന് അധിക പേരും ഫോറിൻ യൂണിവേഴ്സിറ്റികളാണ് താല്പര്യപ്പെടുന്നത്. ഇന്ത്യയിൽ തന്നെ ലൈക്ക് IISc, IISER പോലത്തെ സ്ഥാപനങ്ങൾ ചൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ പൊതുവെ അധിക പേരും ഫോറിൻ യൂണിവേഴ്സിറ്റികളിലാണ് താല്പര്യപ്പെടുന്നത്. സോ എനിക്ക് അസിലിനടുത്ത് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു പക്ഷേ ഇത്രയും റാങ്ക് ഉണ്ട്, ഓൾ ഇന്ത്യ റാങ്ക് 722 എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാ IIT-കളിലും എല്ലാ സീറ്റുകൾക്കും ഏകദേശം എലിജിബിലിറ്റി ഉണ്ട്, ഏകദേശം ഉറപ്പിച്ച് പറയാം. പിന്നെ എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് തിരഞ്ഞെടുത്തു? കമ്പ്യൂട്ടർ സയൻസ് പലയിടത്തും കിട്ടും, EC കിട്ടും, ഇലക്ട്രിക്കൽ കിട്ടും, ഏത് വേണമെങ്കിലും ഒരുവിധം എല്ലാ IIT-കളിലും കിട്ടാൻ സാധ്യതയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്തു? ലൈക്ക് ഫിസിക്സിനോടുള്ള പാഷൻ തന്നെയാണ് ഇതിനുള്ള മെയിൻ റീസൺ. ലൈക്ക് ഓവർ ദ ഇയേഴ്സ് നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ ലൈക്ക് ഫിസിക്സിനോടൊരു പ്രത്യേക അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് തന്നെയാണ് ലൈക്ക് കരിയർ ഫിസിക്സിൽ തന്നെയാണ് എൻ്റെ കരിയർ എന്നുള്ള റിയലൈസേഷൻ തന്നെയാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുക്കാൻ എന്നെ പ്രോംപ്റ്റ് ചെയ്തത്. പിന്നെ സാധാരണ BSc ഫിസിക്സ് എടുക്കാതെ ലൈക്ക് BTech ഡിഗ്രി ആയ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുത്ത ഈ പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കൂടിയും മുന്നിൽ കണ്ടുകൊണ്ടാണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് ഈ ഒരു BTech പ്രോഗ്രാം കഴിഞ്ഞതിനു ശേഷം? സ്പെസിഫിക് ആയിട്ടൊരു ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും ലൈക്ക് ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ലൈക്ക് വീണ്ടും MSc ആൻഡ് ഫർദർ PhD എടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്താണ്, ഒരുപക്ഷെ മറ്റ് ബ്രാഞ്ചുകളിൽ നിന്നും എഞ്ചിനീയറിംഗ് ഫിസിക്സ് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് തുടങ്ങി
ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ സിറ്റുവേഷൻസ്, അവർക്ക് ഇടുന്ന ഹയർ സ്റ്റഡീസ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അസിൽ വളരെ വ്യക്തമായിട്ട് നമ്മോട് പങ്കുവച്ചു. സോ ഒരു ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്കും ഒരു പക്ഷേ പേരൻസിനും യൂസ്ഫുൾ ആകും എന്ന് ഉറപ്പുണ്ട്. അപ്പോൾ താങ്ക് യു അസിൽ, താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.